13 മോഡല് ഗ്രാൻഡ് ഐറ്റൻ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ആസ്റ്റയിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ റേറ്റിലാണ്, റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, ABS എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ്, LIS ഉൾപ്പെടെ. 13 ആസ്റ്റ. 13 14 ആണോ 13 മാത്രമേ ഉള്ളൂ? 13 മാത്രം. 13 മോഡൽ ആസ്റ്റ. ഫുൾ ഓപ്ഷൻ ഡീസൽ, മൈലേജ് അറിയല്ലോ. ഇത് അറിയുന്ന ഡീസലിന്റെ റിവ്യൂ അറിയുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാം. 2,80,000 മൈലേജ് ആണ്. അങ്ങനെ തന്നെ കംപ്ലൈന്റ് ചാൻസ് ഉള്ള ഒരു വെഹിക്കിളോ. 2,75,000 വണ്ടി ഫുൾ ഓപ്ഷൻ ഡീസലും. ലോൺ എന്തായാലും 3,400,000 ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ. ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി 3,400,000 ലോൺ വരുന്നുണ്ടോ? അതേ സമയത്ത് 2,300,000. നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മഴയൊക്കെ അതിനെ കൊണ്ട് റോഡിൽ ഫുള്ള് വെള്ളമാണ്. വീടിന്റെ അടുത്തൊരു വെള്ളം അതിനെ കൊണ്ടാണ് തുണിയുടെ അളവ് കുറഞ്ഞിട്ടുള്ളത്. പ്രശ്നമാക്കണ്ട, നിങ്ങളുടെ വെള്ളം കയറി ഇറങ്ങി. വയനാട് ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ വീഡിയോ അതിനെ കൊണ്ട് ഇത് ഒരു വീഡിയോ റീച്ചിനോ അതല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വണ്ടി വരണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത് ഷെയറും ചെയ്യേണ്ട. നിങ്ങൾ ഇതാർക്കും വണ്ടി കണ്ടു വരണമെന്നില്ല. നമ്മളൊരു ഇൻഫർമേഷൻ ഇത് കിട്ടിയ സംഭവിച്ച ഉടനെ വിളിച്ചാണ് നമുക്ക് ഇതിന്റെ ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു സംഭവം ഇടണം. നമ്മളാൽ കഴിയുന്ന ഒരു സംഭവം ചെയ്യണം. നമ്മൾ ഇത്രയും ചാനൽ, ഇത്രയും സബ്സ്ക്രൈബറും ഇത്രയും വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ അവരിലേക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കൊണ്ടുവരാൻ ആഗ്രഹമുള്ളവർക്ക് ഡ്രസ്സ് അല്ലാത്ത എന്ത് സംഭവം ഇവിടെ കൊണ്ടുവരാം. അപ്പം ഡ്രസ്സ് അങ്ങോട്ട് വേണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ അഡോറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഡ്രസ്സ് മാത്രം വേണ്ട, ഫുഡ് അതേപോലെ തന്നെയുള്ള എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാം. കാരണം നമ്മൾ ഇനിയിപ്പോൾ അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിലും മാസത്തേക്കുള്ള ഭക്ഷണങ്ങളായിരിക്കും നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചെങ്കിൽ അവർക്ക് ഇനിയിപ്പം എത്ര കാലത്തേക്കാണ് സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നുള്ളത് വീണ്ടും ഒരു സ്വന്തമായിട്ട് വീട്ടിലൊരു ഒരു സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ പ്ലാനിങ് ഒക്കെ നമുക്ക് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തറെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു പുനരുദ്ധാരണ വർക്കിലേക്ക് എന്തായാലും അവിടുത്തെ വിഷയങ്ങൾ ഇപ്പോഴത്തെ തീരട്ടെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ അവിടെ പോകുന്നുണ്ട്. നമ്മൾ അവിടെയുള്ള പ്രവർത്തകരായിട്ട് നമ്മളെ നർഗീസ്തായും ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ അങ്ങോട്ട് കയറണ്ട. ഈ ഇതൊന്ന് അടങ്ങിയതിന് ശേഷം നമ്മൾ നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ട് പുനരുദ്ധാരണം പദ്ധതിയിലേക്ക് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇതിനെ കൂടെ ആരെങ്കിലും കൂടണമെങ്കിൽ കൂടാം. അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങളിവിടെ കളക്ഷൻ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ കുറെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. സൺഡേ എന്നെ കൊണ്ടാണ്. ശനിയാഴ്ച എത്തിയതുകൊണ്ട് ഇന്ന് രാവിലെ വന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓഗസ്റ്റ് 15 ഇവിടുന്ന് എന്തായാലും ഒരു വണ്ടി അയക്കാം. അതിലാണെങ്കിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അന്നേരത്തെ സിറ്റുവേഷൻ പോലെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളായിട്ട് അവിടെ പോയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, കാരണം ടൂറിസ്റ്റ് സ്പോട്ട് അല്ല, ഒരു ദുരന്തം നടന്ന സ്ഥലമാണ്. അവൻ പോയിട്ട് കാണാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഇവിടുന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പം ഒരുപാട് പേര് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്വീകരിക്കൂല എന്നുള്ളത്. അപ്പോൾ ഡ്രസ്സ് അല്ലാത്തത് എല്ലാ സാധനവും ഞങ്ങൾ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഇനി ആരും നെഗറ്റീവ് ചെയ്യാൻ വേണ്ട. ഇതൊരു ഈ സമയത്ത് റീച്ചിന് വേണ്ടിയിട്ട് ഇട്ടതല്ല. ഇതിന് കിട്ടുന്ന റവന്യൂ എന്തായാലും അത് ഈ ഒരു ഓഗസ്റ്റ് 15 നമ്മൾ വിചാരിച്ച ഇതിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടാവും. ഇതിന്റെ വീഡിയോന്റെ പൈസ ആരും എടുക്കുന്നതായിരിക്കില്ല. വയനാട് നടന്ന ദുരന്തം പോലെ തന്നെ കോഴിക്കോട് മലയോര പ്രദേശമായിട്ടുള്ള വിലങ്ങാടും നേരിട്ടത് ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയായിരുന്നു. തീവ്രത കുറവാണെങ്കിൽ കൂടെ അവിടെ നഷ്ടപ്പെട്ടത് ജീവനുകളും അതേപോലെ തന്നെ ഏകദേശം 13ഓളം വീടുകളാണ് അവിടെ നശിച്ചിട്ടുള്ളത്. അപ്പം വയനാടിന് വേണ്ടിയും അതേപോലെ തന്നെ വിലങ്ങാടിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഓഗസ്റ്റ് 15 വരുന്ന യജ്ഞത്തിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ഞങ്ങളായിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വണ്ടികൾ എന്താ പാട്? നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുറഞ്ഞ ഇനീഷ്യൽ പേയ്മെന്റിൽ ലോണ് ഇട്ടിട്ട് നമുക്ക് ഒരു കുറഞ്ഞ ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്തിട്ട് ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ മാത്രമാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. നമ്മൾ കൂടുതൽ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വെഹിക്കിളൊക്കെ നമ്മൾ ഓണത്തിന് സമയത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം മഴ അത് കാരണം ഒരുപാട് പേര് ആ പ്രൊഡക്റ്റൊക്കെ വിറ്റുപോയി. ഉള്ള ആൾക്കാർ ഇപ്പം വിൽക്കുന്നുമില്ല മഴ കാരണം. ഇനിയിപ്പം ഓണം സീസൺ വരുമ്പോൾ എല്ലാവരും ന്യൂ കാറൊക്കെ എടുക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ എക്സ്ചേഞ്ച് വരുന്നത്. ആ സമയത്ത് നമ്മളെ പഴയ കളക്ഷൻസ് ഒത്തിരി കളക്ഷൻസ് വരാനുണ്ട്. 50 ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ലോണിലാക്കാൻ പറ്റുന്ന ക്യാഷ് ബാക്ക് വന്നുകൊണ്ട് ഫുൾ എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈപ്പ് വണ്ടികൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമ്മൾ ഓണത്തിന്റെ സമയത്ത് 2013 മോഡൽ ഫിഗോ ആണ്. KL 23 രജിസ്ട്രേഷൻ. ഡീസലാണോ പെട്രോൾ ആണത്? പെട്രോൾ ഫിഗോ ആണ്. 13 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. അതേ സമയത്ത് വലിയ മെയിൻ്റനൻസും വരില്ല. ചാൻസ് കുറവാണ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചറായിട്ട് വരിക. സമയം ഇപ്പോൾ 4:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ മഴ എന്നെ കൊണ്ട് മൊത്തം ഇരുണ്ടിട്ടുള്ളത്. നല്ല മഴയാണ് പുറത്തുള്ളത്.
സമയം 4:30 ആയിട്ടുള്ളൂ, രാത്രി എടുക്കുന്ന വീഡിയോ അല്ല. റേറ്റ് 1.5 പറഞ്ഞിട്ടുണ്ട്. 2013 ഫിഗോന്, ഫിഗോ പെട്രോളിന് ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ഓക്കെ, ആവറേജ് അബവ് നല്ല പോലെ ടയേഴ്സ് കാണുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് 2 ലക്ഷത്തിന് താഴെ മൈലേജ് ഉള്ള ഡീസൽ വണ്ടി, ഷെവർലെ സെയിൽ യുവ സെഡാനാണ്. ഒരു ഫാമിലിക്കൊക്കെ ഒരു ലോങ് ട്രിപ്പിനൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മളതൊരു ലോങ് ട്രിപ്പ് നടത്തി നോക്കിയാണ്. മൈലേജ് 20ന്റെ അടുത്ത് തന്നെ മൈലേജ് ഉണ്ട്. ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ്. 1248 പവറിൽ വരുന്ന വണ്ടി, 4 സിലിണ്ടർ. അതേ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ സ്വിഫ്റ്റ് റിച്ച്. ടാറ്റയിൽ വരുന്ന ക്വാഡ്രജറ്റ് ആവും. അതേസമയത്ത് ഫിയാറ്റിലേക്ക് ഷെവർലേക്ക് വരുമ്പോൾ സ്മാർട്ടെക് എന്നുള്ള ബാച്ചിലാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം ബാക്കിയുള്ള ഷെവർലെ എഞ്ചിൻ പോലെ മെയിൻ്റനൻസ് കുറവുള്ള ഒരു എഞ്ചിനാണ്. റേറ്റ് എത്രയാണ് വരുന്നത്? 1,75,000 2075 സിംഗിൾ ഓണർ വണ്ടി. വണ്ടി പെർഫെക്റ്റ് ആണ്. വേറെ ഒന്നുമില്ല. അത്യാവശ്യം മൈലേജ് ഉണ്ട്. 20ന്റെ അടുത്ത് മൈലേജ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല. ടയറും ഫുള്ളാണ്. 4 പുതിയ ടയറാണ്. അടുത്തത് ഹുണ്ടായിന്റെ ഒരു ചാകരനെ കാണിച്ചു തരാം. 2014 മോഡല് ആസ്റ്റ ഫുൾ ഓപ്ഷൻ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2,90,000 തരാം. ഇതിന് ലോണിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് കയറാൻ ചാൻസ് ഉണ്ട്. അതേമാതിരി തന്നെ ഉള്ള ഫുൾ ഓൺ കയറാൻ ചാൻസ് ഉള്ള 4 വണ്ടി വേറെയും കാണിച്ചു തരാം. 2014 എല്ലാം വരുന്ന ടോപ്പിന്റെ വണ്ടി. എയർ ബാഗ് എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. എടുക്കുന്നതൊക്കെ വേറെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കാര്യമുണ്ടാവും? അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളില്ലാന്ന് പറഞ്ഞാലും അവരെടുക്കുന്ന സമയത്ത് അപ്പോൾ ഏതൊരു കസ്റ്റമർക്കും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതാത് കമ്പനി ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അവർക്ക് വരാം. ഫുള്ള് സ്കാൻ ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്ത് വണ്ടി പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്ത് റാമ്പിലൊക്കെ ഇട്ട് നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. നെക്സ്റ്റ് വരുന്നത് 11 വണ്ടി 2015 ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ്. ഇതും പെട്രോൾ ആണ് വേരിയന്റ് ഫ്യൂല് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചതും ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 3,25,000 വണ്ടി കൊടുക്കാം. ലോൺ ഓൾമോസ്റ്റ് എനിക്ക് 3 lakh വരെ ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. നല്ല ഫയലാണ്. ചിലപ്പോൾ ഫുൾ എമൗണ്ട്. അപ്പോൾ ഫുൾ എമൗണ്ട് എന്ന് പറയുന്നില്ല. നിങ്ങൾ വരിക, സിവിൽ സ്കോർ ചെക്ക് ചെയ്യുക. ബാക്കി ഇനിഷ്യൽ പേയ്മെന്റ് എന്താ വേണ്ടിയെന്നുള്ളത് ബാങ്ക് സൈഡിൽ നിന്ന് പറഞ്ഞൊരു 2 പെട്രോൾ 1.2 എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവും. 13-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. പക്ക കമ്പനീസിലുള്ള വണ്ടികളാണ്. നെക്സ്റ്റ് പെട്രോൾ ഗ്രാൻഡ് ഐറ്റൻ സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചത് 3 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. ഇതും സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. പെട്രോളിൽ സ്പോർട്സ് വേരിയന്റ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതും 3,25,000 കൊടുക്കാം. ഇത് 2014-15 15 എല്ലാം 15 ഗ്രേ കളറും വൈറ്റും 15. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നും. റേറ്റ് എങ്ങനെ വരുന്നത്? 3,25,000 കൊടുക്കാം. സെയിം റേറ്റ്. എഞ്ചിനിലും കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല. സ്പോർട്സിലേക്ക് വരുന്ന ബാക്ക് വൈപ്പർ ഡിഫോഗർ ഇങ്ങനെയുള്ള കുറച്ച് ഡിഫോഗർ ഉണ്ടാവും. ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല എന്നുള്ളൂ. അതേപോലെ തന്നെ ചെറിയ ഫീച്ചേഴ്സിൽ വ്യത്യാസങ്ങൾ. കീ സ്റ്റാർട്ടൊക്കെ തന്നെ വരുന്നുണ്ടാവും. നെക്സ്റ്റ് 2017 മോഡല് ഒരു റീ രജിസ്ട്രേഷൻ സണ്ണി ഡീസൽ തരാം. 2017 ഏറ്റവും ന്യൂ ഷേപ്പ് ആണ്. അവസാനം ഇറങ്ങിയ ഷേപ്പാണ്. ഡീസൽ അല്ലേ ഇത്? ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ബാക്കിൽ തന്നെ നമുക്ക് ബാക്ക് സെൻസേഴ്സും അതേപോലെ തന്നെ ചെറിയൊരു റിവേഴ്സ് ക്യാമറയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ഇത് വേരിയന്റ് ഏതാ? XL ആണോ XV ആണോ? XL എന്നുള്ള വേരിയന്റിലേക്ക് വരുന്ന നേരം സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും ഫീച്ചറായിട്ട്. 3rd ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പം ഉള്ളത്. ലോൺ നമുക്ക് 2.5 വരെ അവൈലബിൾ ആണ്. 2.5 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ട്. വണ്ടിക്ക് ഇപ്പം 2017 സൺ ന്യൂ ഷേപ്പ് വരുന്നതാണ്. ഗ്രില്ല്, ഹെഡ് ലാമ്പിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് LOS കൊടുത്തിട്ടുണ്ട്. KL10 മലപ്പുറത്തേക്കാണ് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 3,25,000 3,25,000 2017 സണ്ണി. നെക്സ്റ്റ് 2012 മോഡല് വാഗ്നർ VXi. KL18 വടകര രജിസ്ട്രേഷൻ ആണ്. 2,25,000 കൊടുക്കാം. 2012 വാഗ്നർ VXi ആണ് കേട്ടോ. LXi അല്ല, VXi. കിലോമീറ്റർ എത്ര ഉണ്ടാവും? 72,000 കിലോമീറ്റർ ഓടി. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2.25 ചാൻസ് റൈറ്റ് ആണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് എന്തോ ഒരു സംഭവം ഉണ്ട്. ഒരു ഡോറോ എന്തോ റീപ്ലേസ് ഉണ്ട്. ചെക്ക് ചെയ്യാം. മേജർ ഒന്നുമില്ല. എപ്പോഴും കാര്യങ്ങളൊന്നുമില്ല. K സീരീസ് എഞ്ചിനാണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? ഫോർഡർ പുറകിന്റെ CC പോസിറ്റീവ് കാര്യം ഫീച്ചറായിട്ട് വരുന്നുണ്ടാവും. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എന്തായാലും 2.5 ലോൺ കയറി കൂടെ. 2012 വാഗ്നർ അല്ലേ? ഒരു ചെറിയൊരു ലോ ബഡ്ജറ്റ് നോക്കി വരുന്ന ചെറിയ 50 രൂപയ്ക്കൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് 50 വേണ്ട. ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ലോൺ കയറ്റിയാൽ പോരെ? 10-15 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ലോൺ കയറ്റിയാൽ മോഡൽ കൂടിയ വണ്ടി. നെക്സ്റ്റ് വരുന്നത് 2016 മോഡൽ റെഡ്സ് LD. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. കിലോമീറ്റർ ഓടിയത് 1 lakh എബോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് നമ്മൾ അത്രയും നെറ്റാക്കി തരാം. 3,20,000 തരാം. ഡീസലാണ്. LD സിംഗിൾ ഓണർഷിപ്പ് വണ്ടി.
LD എന്നുള്ളത് AC പോർഷനും വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓണർഷിപ്പ് എത്ര ഉണ്ടത്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടോ 1 lakh എബോ 2.5 ലക്ഷം വരെ ലോൺ അവൈലബിൾ. 2016 വണ്ടി 3,20,000. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. ടയറും അത്യാവശ്യം ഒരു ആവറേജ് റേഞ്ചിൽ പറയാൻ പറ്റും. KL59. ഇതിന്റെ മാർക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ എന്തായാലും 16 റേറ്റ് വെച്ച് നോക്കുമ്പോൾ ചാൻസ് ആണ്. വണ്ടി ആ ഒരു കണ്ടീഷൻ ഉണ്ട്. വാല്യൂ. നമുക്ക് അടുത്തത് 12 മോഡല് റാപ്പിഡ്, സ്കോഡന്റെ റാപ്പിഡ് ആംബിയന്റ് വേരിയന്റ്, ഡീസൽ, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. KL59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. ആംബിയന്റ് എന്നുള്ള വേരിയന്റ് ഡീസലിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. വണ്ടി ലോക്കാണ്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. 20 അടുത്ത് മൈലേജ് വരുന്ന 3 lakh ബിലോ വരുന്ന ഒരു വണ്ടിയായിട്ട് തരാം. 2,95,000 തരാം. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1ന്റെ പുറത്ത് പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി, സർവീസ് ഉള്ള വണ്ടി. ചെക്ക് ചെയ്തെടുക്കുക. റാപ്പിഡ് എന്തായാലും നമുക്ക് സർവീസിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയുള്ളൂ. നമ്മൾ കമ്പനി സർവീസിൽ ചെക്ക് ചെയ്തിട്ടതിന് ശേഷം കസ്റ്റമറെ ബില്ലിങ്ങിലേക്ക് കൊണ്ടുവരുള്ളൂ. അങ്ങനെ നോക്കുന്നേരം എടുക്കുന്ന ആൾക്ക് ഇപ്പോൾ ലോണൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ലോണ് നോക്കാം. നമുക്ക് ഇതിന് 2.5 വരെയൊക്കെ ലോൺ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെയിം കാറ്റഗറിയിൽ തന്നെ I10 ഗ്രാൻഡ് 2019 വണ്ടി. ഇതും ആകെ 30 സംതിങ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, സ്പോർട്സ്. 2019 ഗ്രാൻഡ് I10 സ്പോർട്സ്. പെട്രോൾ 1.2 വരുന്ന പെട്രോൾ എഞ്ചിൻ വണ്ടി. വെൽ കണ്ടീഷൻ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ലോ കിലോമീറ്റർ എന്ന് പറയുകയും ചെയ്യില്ല. 39 ഓടിയിട്ടുള്ളൂ. ഇതിന് വരുന്നത് 4,40,000. 4,40,000. 4ന്റെ മുകളിൽ തന്നെ ലോണും ചെയ്തുതരാം. അപ്പൊ ചെറിയൊരു ഇനിഷ്യൽ എന്തായാലും ലോൺ കയറണം. 19 വണ്ടിയല്ലേ, എന്തായാലും ചെയ്തുതരാം. നല്ല ഫയലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചെയ്തുതരാം. നെക്സ്റ്റ് ഒന്നുമില്ല, വണ്ടി വെൽ കണ്ടീഷൻ. പിന്നെ നെക്സ്റ്റ് വരുന്നത് പോളോ. 2015 പോളോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. 4 സിലിണ്ടർ എഞ്ചിൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 77 ഓടിയിട്ടുള്ളൂ. 5 ലക്ഷം രൂപയ്ക്ക് 2015 വണ്ടി കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി. സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC പോർഷൻ, വേറെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി പക്കാ നീറ്റ് വണ്ടി, ഹിസ്റ്ററി ഉള്ള വണ്ടി. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 10,000 കിലോമീറ്ററിന് കൂടുതൽ സർവീസ് വരുന്നതിനെ കൊണ്ടുണ്ടാവുന്ന ഒരു മെയിൻ്റനൻസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും പോളോ നോക്കുന്ന ആൾക്കാർക്ക് വാല്യൂ ഫോർ മണി ഉണ്ട്. നല്ല റാപ്പിഡ് പോളോ നോക്കുന്ന ആൾക്കാർക്ക് മുതലാണത്. 15 ഫുൾ ഓപ്ഷൻ ഹൈലൈൻ നോക്കിക്കോട്ടെ. റൈറ്റ് നോക്കിക്കോട്ടെ. കിലോമീറ്റർ സാധാരണ ഒന്നിനെ പുറത്ത് കാണാറില്ല. 77 ഓടിയ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഷോറൂം നിയറസ്റ്റ് ഉണ്ട്, ചെക്ക് ചെയ്യാം. അടുത്ത് വരുന്നത് 2018 ഓട്ടോമാറ്റിക് കേട്ടോ. ഈ വെഹിക്കിൾ ഓട്ടോമാറ്റിക് ഗിയറിലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. കിലോമീറ്റർ ആകെ ഓടിയത് 37 ഓടിയിട്ടുള്ളൂ. AMT ആണ്. 1.2 ഫേസ് ലിഫ്റ്റ് വരുന്ന ന്യൂ ഷേപ്പ് ഗ്രാൻഡേറ്റർ ആണല്ലേ? യെസ്. ആകെ 37 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കുക. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണല്ലേ? അതെ. ഇതിനും 15 നമുക്ക് മാനുവലി കിട്ടുന്നത്. കസ്റ്റമർ റിവ്യൂ വരുന്നത് എന്തായാലും 15ന്റെ താഴെ ഉണ്ടാവുള്ളൂ. ഒരു 12 എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ആയിട്ട് എന്തായാലും 2-3 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഒന്നുമില്ല. കറക്റ്റ് സിംഗിൾ ലോൺ. ഇത് 4,50,000 വരെ അതിന് ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു റേറ്റ് 4,90,000 ആണ്. നമ്മളൊരു റേറ്റ് സ്പെഷ്യൽ റേറ്റ് എന്നുള്ള രീതിയിൽ 4,80,000 കൊടുക്കും. 4,80,000 ഒരു 30 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് ഇറക്കി കൊടുക്കും. 2019 ലാസ്റ്റ് മോഡല് സ്പോർട്സ് പ്ലസ്. സിംഗിൾ ഓണർഷിപ്പ്, 54,000 കിലോമീറ്റർ. വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. രജിസ്ട്രേഷൻ ആണ്. ഇത് വേരിയന്റ് ഏതായിരുന്നു? സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ മാഗ്ന സ്പോർട്സിന്റെ തൊട്ട് മുകളിലുള്ള ആസ്റ്റിൻ പിന്നെ ആസ്റ്റാ പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ. ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഇൻബിൽറ്റ് സെറ്റ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. വേറെ എയർ ബാഗ് ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. ചെക്ക് ചെയ്തില്ല. 6 ലക്ഷം രൂപയ്ക്ക് എടുക്കും കേട്ടോ. 6 ലക്ഷം രൂപയ്ക്ക് 2019 സ്പോർട്സ് പ്ലസ് ആണ്. ലോണൊക്കെ 5.5 വരെ ലോൺ അവൈലബിൾ ആണ്. ഗ്യാരണ്ടി ആണ്. 19 ആണ് വണ്ടി. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 19 1.2 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. 13 റേഞ്ചിൽ മൈലേജ്. മൈലേജ് അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്.
എടുക്കുന്ന നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. ലോണും മാക്സിമം കയറും ചെയ്യും. നമുക്ക് പുതിയ ഷേപ്പിൽ വരുന്ന അൾട്രോസ് സിംഗിൾ ഓൺഷിപ്പ്, കുറഞ്ഞ കിലോമീറ്റർ. ഇതിന്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത് 11 ലക്ഷത്തിനടുത്ത്. ഓക്കെ, 7,75,000 കൊടുക്കാം. കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ AMT ഓട്ടോമാറ്റിക് ബൈക്ക്. 2023 ഏപ്രിൽ ഇറങ്ങിയ വണ്ടി. 2023 ഏപ്രിൽ ഇറങ്ങിയ. അത് കറക്റ്റ് ഒരു കൊല്ലും 2 മാസം 4 മാസം 4 മാസം ഉണ്ട്. 4 മാസം. ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ഓടി ഉണ്ടാവും? 11,000 ആ ഓടിയുണ്ട്. നെക്സ്റ്റ് എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. ഏറ്റവും കൂടുതൽ അൾട്രോസിൽ ഇറങ്ങുന്ന വേരിയന്റ് ആണ്. ഫോർഡ് 4x AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും. പിന്നെ എയർ ബാഗ്സ് വരുന്നുണ്ടാവും 2019 നിയമപ്രകാരം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ആയിരിക്കും. ബാക്ക് സെൻസേഴ്സും വരുന്നുണ്ട്. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ KL84 രാമനാട്ടർ രജിസ്ട്രേഷൻ ആണ്. 84 രാമനാട്ടർ അല്ല, 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ്. കമ്പനി അണ്ടർ വാറന്റി ഉള്ള വണ്ടി ആയിരിക്കില്ലേ? വാറന്റി ഉള്ള വണ്ടി ആയിരിക്കും. 3 ഇയർ വാറന്റി വരുന്ന വണ്ടിയാണ്. 7.25 റേറ്റ് പറഞ്ഞത്. 7,70,000. ഐഡിയ വാല്യൂ വരുന്നത് 8.5 ലക്ഷം. അപ്പൊ ഫുൾ ലോൺ ഫുൾ ലോൺ നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതായത് ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് പുതിയ വണ്ടി എടുക്കുന്ന നോക്കുന്ന ആൾക്ക് വ്യത്യാസം വരുന്നുണ്ട് 1 വർഷം കൊണ്ട്. വേറെ റീപ്ലേസ് ഒന്നും വന്നിട്ട് വില ഒന്നുമില്ല, പരിക്കൊന്നുമില്ല. നേരെ കമ്പനി എടുക്കുക, ചെക്ക് ചെയ്യുക, നമ്പർ കാണിക്കുന്നുണ്ട്, ഹിസ്റ്ററി എടുക്കുക. ഗിയർ ബോക്സ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DC ആണ്. ഓട്ടോമാറ്റിക് ഓടിക്കും കുറച്ചുകൂടെ കംഫർട്ട് ഉള്ള ഗിയർ ബോക്സ് ആണ്. AMT വരെ ലാഗ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അടുത്ത് മൈലേജ് ഉള്ള വണ്ടി, ഫുൾ എമൗണ്ട് ലോണ്, സിംഗിൾ ഓൺഷിപ്പ്. വല്ലാത്തൊരു ചോദ്യം. ഗൂഗിൾ ചെക്ക് ഗൂഗിൾ. പല സബാർട്ടി വന്നപ്പോൾ ഇപ്പോൾ മൈൻഡിൽ നിൽക്കുന്നില്ല. 8 ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓൺഷിപ്പ് വെന്യൂ, അതും ഡീസൽ സൺറൂഫ് വരുന്ന ഇരുട്ടി വണ്ടി. എങ്ങനെയായാലും 20 അടുത്ത് തന്നെ മൈലേജ് 20 ഗ്യാരണ്ടി. 20 മുകളിലേക്ക് എന്തായാലും കിട്ടേണ്ടതാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 4 ലക്ഷം രൂപയ്ക്ക് സൺറൂഫ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ എല്ലോയ്സ് വരുന്നുണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, പക്ഷെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ABS, EBD മുതൽ എല്ലാം വരുന്ന അലോയ്സ് വരുന്നതാണ്. ഇതിനെ പോലത്തെ 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങളെ വീഡിയോ കാണുന്ന ആക്കി കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് അത്ര തന്നെ ലോണും കയറും. പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര രൂപ? വെന്യൂ അന്ന് വരുന്ന ക്രെറ്റയിൽ വരുന്ന സെയിം എഞ്ചിൻ. 19 ക്രെറ്റയിൽ സെയിം 1.4 ഡീസൽ എഞ്ചിൻ. ഈ വണ്ടിക്ക് എന്തായാലും ഒരു 14 സംതിങ് മോള് ഉണ്ട്. നെക്സ്റ്റ് സൺറൂഫ് വരുന്ന ഒരു വണ്ടി കൂടെ പരിചയപ്പെടുത്തി തരാം. 2013 മോഡല് ഹോണ്ടന്റെ WRV. സിംഗിൾ ഓൺഷിപ്പ് ആണ്. നമ്മളിപ്പോ ഇന്ന് കാണിച്ചതിൽ ഒട്ടുമിക്ക വണ്ടിയും സിംഗിൾ ഓൺഷിപ്പിലാണ്. നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഒക്കെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമാണ്. ലോ ബഡ്ജറ്റ് നമ്മൾ ഇനി ഓണം പ്രമാണിച്ചിട്ടുള്ള വീഡിയോ ലിസ്റ്റിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ WRV തിരിച്ചു വരികയാണെന്ന് വെച്ചാൽ KL56 വണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 84,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഡീസലാണ്. ഡീസലില് മൈലേജ് ഉള്ള വണ്ടി. 24, 25, 26, 27 വരെയൊക്കെ മൈലേജ് കിട്ടാറുണ്ട്. VX എന്നുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നത്. ഇത് സൺറൂഫ് വരുന്ന വണ്ടി തന്നെയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ്, അതേപോലെ തന്നെ ഒരു നല്ല ഫീച്ചർ റിച്ച് ആയിട്ട് വരുന്നതാണ്. കമ്പനി സ്റ്റീറുള്ള വണ്ടികളല്ല എല്ലാം തന്നെ. സർവീസിലുള്ള വണ്ടികൾ. റീപ്ലേസ് കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. റേറ്റ് എത്ര വരുന്നത്? 2017 7,65,000. 7,65. ലോൺ എന്തായാലും ലോൺ എന്തായാലും ഏകാലം എന്തായാലും കയറും. 7,25 ലോൺ ചെയ്ത് തരാം. അപ്പോൾ എല്ലാം മോഡലിലൂടെ വണ്ടികൾക്ക് ചെറിയൊരു ഇനിഷ്യൽ പേയ്മെന്റ് കരുതിയാൽ മതി. നല്ല ഫയലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ കയറ്റാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. സാധാരണക്കാരുള്ള വണ്ടികളുമായിട്ട് ഞങ്ങൾ ചിങ്ങം സമയത്തേക്ക് വരുന്നുണ്ട്. സ്റ്റോക്കില്ല, നല്ല എൻക്വയറിയും സെയിലും. ഇത് ആ ഒരു മഴ പെയ്തപ്പം ആ ടൈപ്പ് വണ്ടിക്കാണ് കൂടുതൽ എൻക്വയറി ഉള്ളത്. അപ്പം എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിനൊക്കെ ന്യൂ കാർ കൂടുതൽ നടക്കുന്നതിനെ കൊണ്ട് ആ സമയത്തേക്ക് ഒരുപാട് വണ്ടികൾ വരും. ആ സമയത്ത് നമുക്ക് പഴയ രീതിയിലുള്ള കച്ചവടം ഇവിടെ ഉണ്ടാവും. അപ്പോൾ മോക്ക് നമ്മളോട് വീഡിയോ ഏകദേശം 15, 16, 17 വണ്ടികളുണ്ട്. എല്ലാം അത്യാവശ്യം തെറ്റില്ലാത്ത റേറ്റുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ലോണ് കയറുന്ന മാക്സിമം കയറുന്നതും 95% കയറുന്ന വണ്ടികൾ മാത്രമാണ് അതിൽ. വിളിച്ചാൽ കിട്ടുന്ന 3 നമ്പർ ഞാൻ അതിൽ വെക്കുന്നുണ്ട്. നമ്മളിപ്പം സ്റ്റാഫുകളെ 3 ലേഡീസ് സ്റ്റാഫിനെ ഫോൺ എടുക്കാൻ മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. 9 മുതൽ 6 വരെ അവർ പോകുന്ന സമയം വരെ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾ രാത്രിയൊക്കെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ രാവിലെ വിളിച്ചിട്ടോ കിട്ടില്ല എന്ന് പറയുന്നത്. ഓഫീസ് ടൈമിൽ വിളിച്ചാൽ എന്തായാലും ഈ 3 നമ്പറിൽ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. 3 നമ്പറിലും വിളിച്ചാൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ റാപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ